എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ അമ്മ സംഘടനയിൽ എ കുത്ത് എം കുത്ത് എം കുത്ത് എ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നടന്നിരുന്നു. കുറച്ച് നാൾ കൊണ്ട് ആ സംഘടനയെ മൊത്തം പ്രശ്നമാണ്. ഞാനതിനെ അഭിസംബോധന ചെയ്ത് ഒരു വീഡിയോ ചെയ്തു. അന്നേരം എനിക്കൊരു കമൻറ്റ് വന്നു, ഇനി അമ്മ എന്ന സംഘടനയെ എ കുത്ത് എം കുത്ത് എം കുത്ത് എ എന്ന് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ അമ്മ എന്നല്ലാതെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ താങ്കളെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും എന്ന് പറഞ്ഞ് ഒരു വ്യക്തി കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ പറയുകയാണേ, ഈ അമ്മ എന്ന വാക്കിന് അവരെന്തുദ്ദേശത്തിലൂടെ ഇട്ടോട്ടെ, ഓൾ മലയാളം ഇൻഡസ്ട്രി അസോസിയേഷൻ എന്തോ ഇട്ടോട്ടെ, അമ്മ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. അമ്മായി അമ്മ എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് യവന്മാർ ആ സംഘടനയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്രയും വൃത്തികെട്ടൊരു സംഘടനയെ അമ്മ എന്ന വളരെ പവിത്രമായ പേരിൽ അഭിസംബോധന ചെയ്യണമെന്നാണോ പറയുന്നത്? സോറി, ബുദ്ധിമുട്ടാണ്. എ കുത്ത് എം കുത്ത് എം കുത്ത് എ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിനെയാണ് ഞാനിവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ആ സംഘടനയിൽ പ്രധാനമായിട്ടും രണ്ട് പ്രശ്നങ്ങളാണ് ഓടുന്നത്. ഒന്ന്, അൻസിബ കേസെടുക്കടാ എന്ന് പറഞ്ഞിട്ട് അവർ കേസെടുക്കുന്നില്ല. രണ്ട്, രാജിവെക്കൂ, പുറത്തു പോകൂ രാജിവെക്കൂ എന്ന് പറഞ്ഞ് പോയ ശ്വേതാ മേനോൻ, ചാത്താലും ഞാൻ രാജിവെക്കൂല, സ്ഥാനം എനിക്ക് തിരിച്ചു വേണം, ഞാനാണ് അമ്മയുടെ പ്രസിഡൻറ്റ്, നീ എല്ലാം ഇറങ്ങിപ്പോടാ, പ്രസിഡൻ്റായിട്ട് ഞാനിവിടെ നെഞ്ചും പിരിച്ച് നിൽക്കൂടാ എന്നുള്ള സാധനം. ഈ രണ്ട് സാധനത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അൻസിബയുടെ പ്രശ്നത്തിലേക്ക് വരാം, എന്നിട്ട് ശ്വേതയുടെ മാസ്മരിക സാധനത്തിലേക്ക് പോകാം. അതിലാണ് നമ്മുടെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. ആദ്യം അൻസിബയെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കയറി പോകാം. അൻസിബയാണല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം. അപ്പോൾ ഗണപതിക്ക് അടിച്ച് തുടങ്ങണമല്ലോ ആദ്യം. അങ്ങനെ എഫ്ഐആർ ഇടാൻ പറഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ കേസ് എടുക്കാൻ പറ്റുന്ന തെളിവുകളുള്ളത് തന്നെയാണ് അൻസിബ ഹസൻ കൊടുത്ത പരാതി എന്ന് കോടതി പറയുകയും എഫ്ഐആർ ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷം കമ്മീഷണർ മീഡിയയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര വേദനയാണ് ആ വീഡിയോ കണ്ടിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് അത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. എന്ത് പരാതി, എന്ത് കൗണ്ടർ പരാതി എനിക്കറിയില്ല. ഞാൻ ശ്രീ ടിനി ടോമിനെതിരെ കൊടുത്ത ഒരു പരാതിയെ എനിക്കറിയുള്ളൂ. കമ്മീഷണർ വീണ്ടും പറയുന്നുണ്ട്, ഇത് അമ്മ സംഘടനയിൽ ഒരു പ്രശ്നമാണ്, അത് അവരവിടെ തീർപ്പാക്കിയതാണ്. ആര് പറഞ്ഞു തീർപ്പാക്കിയെന്ന്? അമ്മ സംഘടനയിൽ ഒരു പ്രശ്നമാണെങ്കിൽ അതവിടെ തീർപ്പാക്കിയെങ്കിൽ ആ തീർപ്പിനോട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം, അങ്ങനെയല്ലേ സാധനം പറയുന്നത്, ആ സാധനം പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പോലീസ് ഇതിനകത്ത് ഇടപെടത്തില്ലെന്നാണോ പറയുന്നത്? ഇപ്പം അമ്മ സംഘടനയിൽ ഒരുത്തൻ്റെ കവാലകുറ്റി നോക്കി ഒരു അടിയം കൊടുത്ത് അവരവിടെ പറഞ്ഞു തീർത്തു. അമ്മ സംഘടനയിലുള്ളവരത് പറഞ്ഞു തീർത്തു. പക്ഷേ അടി കിട്ടിയവന് പരാതിയുണ്ട്, അവൻ പുറത്തു വന്ന് പറഞ്ഞാൽ കമ്മീഷണർ പറയും അത് അവരെവിടെ തീർത്തേ, അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടുവോ? എനിക്ക് ആ സെറ്റപ്പ് മനസ്സിലായില്ല. ഈ ടിനി ടോം ഇത്ര വലിയ പുള്ളിയാണോ? എനിക്ക് ഈ പുള്ളീനെ അറിയാവുന്നത് എല്ലാ നടന്മാരുടെയും സ്വന്തം ശബ്ദത്തിൽ അനുകരിച്ച് കയ്യടി നേടാത്ത ഒരു ആർട്ടിസ്റ്റ്, ഇതാണ് എനിക്കറിയാവുന്നത്. പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കത്തില്ല, ഉന്നത ഇതിൽ പോയി കഴിഞ്ഞാൽ കേസെടുക്കത്തില്ല, കോടതി പറഞ്ഞാൽ കേസെടുക്കത്തില്ല. യാറാ നീ? സ്വന്തം മകനെ സിനിമയിലേക്ക് കൊണ്ടുവരത്തില്ല. കാരണം എന്താ? ഇവിടെ ലഹരിയുടെ അതിപ്രസരമാണ്. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ വഴിതെറ്റിപ്പം കൊച്ചി ഇറങ്ങാൻ. അവൻ നല്ലവനായിട്ട് ജീവിക്കണം. തൊട്ടടുത്ത ദിവസം ലഹരി കേസിനകത്ത് അവനെ പിടിച്ച്. ടിനി ടോം കില്ലാടി കേട്ടോ, കില്ലാടി. ഇനി നമുക്ക് ഈ കമ്മീഷണർ ഓഫ് പോലീസ് പറയുന്നതൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പം അൻസി പറയുന്നത് ശരിയാണോ നമുക്കറിയണമല്ലോ. അവർ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരുപാട് പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. നേരത്തെ അവർ തമ്മിൽ സംസാരിച്ചെത്തിയിട്ട കാര്യങ്ങൾ പിന്നെ സാറ്റിസ്ഫൈ ആയിട്ടില്ലെന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ ഒരു ACP നേതൃത്വത്തിൽ തന്നെ നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. അതിനിടെയാണ് നമുക്ക് മുൻകൂട്ടി പോയത്. യാതൊരു കാര്യം നമുക്ക് കിട്ടിയതാണ് അവർ തമ്മിലുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, മറ്റവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങൾ. അത് നോക്കിയിട്ട് നമുക്ക് ആ സമയത്തിൽ ഉള്ള എവിഡൻസ് നോക്കിയിട്ട് പോലീസ് ഒരു തീരുമാനം എടുത്തു. ഇപ്പം ജുഡീഷ്യറിയുടെ അത് പരിഗണനയാണ്, അത് ഇവിടെ വരുന്നുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇപ്പം ജുഡീഷ്യറിയുടെ പരിഗണനയിലാണ്, അത് നോക്കിയിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ശ്വേതയിലേക്ക് വരാം. ഇവിടെയാണ് വമ്പം പരിപാടികൾ നടക്കുന്നത്. അന്ന് ഈ ശ്വേത ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനായിട്ട് എല്ലാവരും റെഡിയായി. അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ? യവനൊന്നും ശരിയല്ല, യവനൊക്കെ ഉടായ്പാണ്, യവനെയൊക്കെ ഇപ്പം തന്നെ കയ്യോടെ തൂക്കി വിടണം, ഇതാണ് സാധനം. ഈ അവിശ്വാസ പ്രമേയം നേരിട്ടില്ല. അവരപ്പോൾ ഇതാണ് നിങ്ങൾക്കെതിരുള്ള അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോഴത്തേനും എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു, അവർ കൈവക്കാൻ, ഇങ്ങനെയൊക്കെയാണ് ഒരു അവിശ്വാസ പ്രമേയത്തിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ആ സാധനത്തിന് മുമ്പേ ഞങ്ങൾ സ്വമേധയെ രാജിവെക്കുന്നു, പുറത്തു പോകുന്നു, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരന്നേരം രാജിവെച്ച് പോയി. 13 ദിവസങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു വിഷ്വൽ നമുക്കൊന്ന് കാണാം. ഏറ്റവും ഒടുവിൽ ഭരണസമിതി ഒന്നടങ്കം രാജിവെക്കുന്നു. ഇപ്പോൾ രാജിവെച്ച ശേഷം ശ്വേതാ മേനോൻ സംസാരിക്കുന്നു.
ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഭരണസമിതിയിൽ ആരുമില്ല, എല്ലാം റിസൈൻ ചെയ്തു. ഓക്കെ, ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് ഓക്കെ, അമ്മയിലെ അംഗത്വം പോലും റിസൈൻ ചെയ്തിരിക്കുകയാണ് എന്ന് സമൂഹ മാധ്യമത്തിൻ്റെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിൽ ഇത്രയും ആൾക്കാർ മയക്കം കൊണ്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ കാണുക പറയുന്നു ശ്വേത ഞാൻ രാജിവെച്ചു എന്ന്. ഇതിപ്പോൾ ഒരു പഴയ ചാക്കെടുത്ത് കഴിഞ്ഞ് ഇതിനേലും മൂല്യം ഉണ്ടാവില്ലേ? ഇതിപ്പോൾ ഇത് രാജിവെക്കുന്നു എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നിട്ടൊന്ന് ഗഗനമായി ചിന്തിച്ചപ്പോഴത്തേനും അവിശ്വാസ പ്രമേയത്തിൻ്റെ സീനൊക്കെ തീർന്നില്ലേ? ഇനിയിപ്പോൾ എന്ത് രാജി എന്ന് പറഞ്ഞ് നിങ്ങൾ അമ്മ സംഘടനയുടെ നേതൃത്വത്തിലാണ് നിൽക്കുന്നത്. കേരള പൊളിറ്റിക്സിലാണെന്ന് വിചാരിച്ചോ? അല്ല, ഈ കളിയൊക്കെ അവിടെ കളിക്കാനുള്ളതാണ്. ഇത് ഈ അമ്മ സംഘടനയുടെ നേതൃത്വം പിടിച്ച് കൈവച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്തിനു കാണിക്കാൻ? എങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കണമായിരുന്നു. അൻസിബയെ ടിനി ടോം അതിൽ നിന്ന് വിളിച്ചു, അതിനെതിരെ നടപടി എടുത്തിട്ടില്ല. പലർക്കും നിങ്ങൾക്കെതിരെ പരാതിയുണ്ട്, അതിനെ ഒന്നും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. അതൊക്കെ പോട്ട്, നിങ്ങൾക്കെതിരെ അവിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പേ ഇറങ്ങി കണ്ടം വഴി ഓടി. എന്നിട്ട് ബാക്കി അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. നിങ്ങളല്ലേ ഇപ്പോൾ ആരോപിതർ? നിങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ഇതിനെതിരെ? സംഭവം അറിയത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഇവർ ഈ സാമാനം രാജിവെച്ച് പുറത്തുപോയി. രാജിവെച്ചു എന്ന് പറഞ്ഞു, വാക്കാൽ പറഞ്ഞിട്ട് പുറത്തുപോയി. എന്നിട്ട് കുറേ ദിവസം ഇവരുടെ യാതൊരു അനക്കവും ഇല്ല. ഈ സാമാനത്തിൻ്റെ താക്കോലും പാസ്വേഡും എല്ലാം ഇവരുടെ കയ്യിലാണ്. ഇവർ ആ പരിസരത്തോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ഈ സംഘടന, ഈ എ കുത്ത് എം കുത്ത് എ സംഘടന എന്ന് പറയുന്ന സംഘടന ഒരുപാട് അവശ്യ കലാകാരന്മാരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നു, അവർക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള പെൻഷൻ പോലത്തെ പൈസകൾ കൊടുക്കുന്നു. ഇങ്ങനെ കുറേ പരിപാടികൾ ഈ സംഘടന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പാക്കിയിട്ട് ഇവരെല്ലാം വീട്ടിൽ പോയിരുന്ന് ഈ സംഘടന അനാഥമായി അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവരൊരു അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിക്കകത്ത് കഴിവുള്ളവന്മാർ വരണം എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ കൊലകൊമ്പന്മാരായിട്ടുള്ള രമേശ് പിഷാരടി, പിന്നെ ഗണേഷ് കുമാറൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘടന, ഒരു അഡ്ഹോക് കമ്മിറ്റി ഇവർ നിയമിച്ചു. ഇപ്പം ശ്വേതയുടെ പ്രശ്നം കമ്മിറ്റി ഒന്നുമില്ല. ഏത് കമ്മിറ്റി? പ്രസിഡന്റ് നോം തന്നെ എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇത് അന്ന് റിസൈൻ ചെയ്ത രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഒരു എജൻഡ ആയിരുന്നു, നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ആദ്യമേ ഒരു എന്താ പറയുക എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ പുറത്താക്കാൻ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ പുറത്താവണം. അതിന് പകരം പുറത്തു പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് അത് ശരിയല്ല. എന്നിട്ട് ശ്വേത ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ അഡ്ഹോക് കമ്മിറ്റി വരികയും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആൾ ഈ ടിനി ടോമിൻ്റെ വക്കീലിനെയും അതേപോലെ തന്നെ ശ്വേതേനെയും അൻസിബയൊക്കെ വിളിച്ച് സംസാരിപ്പിച്ചിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും കെട്ടിപ്പൂട്ടി സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് നേരെ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ലവൻ്റെ ഒരു കോൾ എടുത്ത് വെളിയിലോട്ട് അങ്ങിട്ടു. രമേശ് പിഷാരടി അനു നയ കോളിന് വിളിച്ച സാധനം. അപ്പം നമുക്ക് അതിനു മുമ്പേ രാജിവെച്ചെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സത്യമേവ ജയതേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ഉണ്ടാക്കി അങ്ങിട്ടിട്ട് റിസൈൻ ചെയ്തെന്ന് കഴിഞ്ഞാൽ രാജിവെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ രാജിവെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കമ്പനിയിൽ ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. മേളിൽ മൊയലാളി ഞാൻ രാജിവെച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം തൊട്ട് ഞെളിഞ്ഞ് വന്നിരുന്നു കഴിഞ്ഞാൽ ലജ്ജയുണ്ടോ, നാണമുണ്ടോ, മാനമുണ്ടോ, ഉളുപ്പുണ്ടോ എന്നൊക്കെ ശ്വേതയുടെ നാട്ടിൽ ചോദിച്ചാൽ എന്നാ ചെയ്യും? ഞാൻ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? അതിന് എഴുതി വെച്ചേക്കുന്ന സാധനമാണേ. അമ്മയിലെ ചില തർക്കങ്ങൾ മുതലെടുത്ത് അമ്മയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചിലരുടെ ശ്രമം കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ്. ഹൈജാക്ക് നിങ്ങളല്ലേ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങളെ പറഞ്ഞു വിട്ടല്ലേ? അല്ല, നിങ്ങളായിട്ട് ഇറങ്ങിപ്പോയതല്ലേ? നിങ്ങളല്ലേ ഹൈജാക്ക് ചെയ്യാൻ വന്നേ? വേറെ ഹൈജാക്ക് ചെയ്യുന്നു. ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാബുരാജ് വെച്ച കണക്ക് ശരിയല്ല, നിങ്ങൾ വെച്ച കണക്ക് ശരിയാണോ? അതിന് പ്രസക്തി ഇല്ലല്ലോ. ബാബുരാജിൻ്റെ കണക്ക് ശരിയല്ല, നമ്മുടെ കണക്ക് ശരിയാകത്തുള്ളൂ. ഈ അഴിമതി, പ്രശ്നമാണ് ഇവർ എന്തോ ഈ അമ്മ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ത്യയുടെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ഇനി നമ്മൾ ആ ഒരു സെറ്റപ്പിലേക്കാണ് ഇവർ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. പൈസ മാറ്റേഴ്സ്. ഓക്കെ,
രാജിവെക്കുന്നതും എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും പോരാടുമെന്നും എന്നോട് പറഞ്ഞ മമ്മൂക്കയും ലാലേട്ടനും ഈ പോരാട്ടത്തിൽ എനിക്കൊപ്പം ഉറച്ചു നിന്ന എല്ലാ അമ്മ മെമ്പർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മമ്മൂട്ടിയും ലാലേട്ടനും കൂടെ പിടിച്ച് വലിച്ച് അതിനകത്തോട്ടിട്ടു. സമാധാനമായല്ലോ. ശരി. NB ശരി. ഓടിളക്കി വന്ന 10-15 പേരല്ല അമ്മ എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ അല്ലാതെ അവിശ്വാസ പ്രമേയം വന്ന ഉടനെ കണ്ടം വഴി മുണ്ടും പൊക്കി ഓടിക്കഴിഞ്ഞാൽ ടീമാണോ? ഓക്കെ. അമ്മയുടെ ഭൂരിപക്ഷം മെമ്പേഴ്സും അത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ജനറൽ ബോഡിയാണ് ഈ ഭൂരിപക്ഷം അംഗങ്ങൾ എന്ന് പറഞ്ഞു വന്നത്. ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത്. ശരി, ഞാൻ ആരെങ്കിലും തീരുമാനിക്കട്ടെ. ശരിക്കും അമ്മയുടെ കമ്മിറ്റിയിൽ വരാൻ ആഗ്രഹമുള്ളവർ ഇപ്പോഴത്തെ പോലെ ഇലക്ഷനിൽ മത്സരിച്ചാണ് വരേണ്ടത്, അല്ലാതെ പിൻവാതിലിലൂടെ അല്ല വരേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങൾ ചറവറ ഇട്ടിട്ട് പോയിട്ട് ഇതിനൊക്കെ ഒരു സമയം വേണ്ടേ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും പിഷാരടിയായിട്ടുള്ളൊരു കോള് ലീക്കായിട്ടുണ്ട്. നമുക്ക് അത് കേട്ടിട്ട് ബാക്കി ശ്വേതയുടെ കത്തിലേക്ക് വരാം. വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയിൽ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ഒരു മേ ബി മാക്സിമം 45 ഡേയ്സിൽ നമ്മൾ ഇത് വിളിച്ചേനെ, ഇലക്ഷൻ നമ്മൾ തന്നെ വിളിച്ചേനെ. എങ്ങനെയാണ് കമ്മിറ്റി മാറ്റാൻ പറ്റുന്നത്? എങ്ങനെ? നമ്മൾ ഇതാ ചോദിച്ചത്. 45 ദിവസം കമ്മിറ്റീനെ മാറ്റിയതല്ലോ. കമ്മിറ്റി സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊരു ബന്ധമില്ലെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതല്ലേ. കമ്മിറ്റീനെ മാറ്റിയതല്ലല്ലോ, നിങ്ങളായിട്ട് മാറിപ്പോയതല്ലേ. ഇവർ വിചാരിച്ച എന്നാണെന്നറിയാമോ? ഈ ശ്വേതയും ടീമും പുറത്തിറങ്ങി വന്ന് മാസ് കാണിച്ചിട്ട് ഞാനും എൻ്റെ കമ്മിറ്റിയും എൻ്റെ സംഘടനയില്ലല്ലോ, ഞാനും എൻ്റെ കമ്മിറ്റിയും രാജിവെക്കുന്നു, പുറത്തു പോകുന്നു, ഇത്തരത്തിലുള്ള അഴിമതിക്കാർക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളും, ഇത് കുറ്റാരോപിതർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കയ്യിലേക്ക് പോകാനുള്ളൊരു സുനാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പോകുമ്പോഴത്തേനും അമ്മ സംഘടനയിലുള്ള ബാക്കി ആളുകളെല്ലാം അയ്യോ ശ്വേത പോകല്ലേ എന്ന് പറയുമെന്നാണ് ഇവർ വിചാരിച്ചത്. അങ്ങനെ പറഞ്ഞില്ല. രാജി ഇറങ്ങി പോവില്ലേ, നമ്മൾ അഡോ കമ്മിറ്റി വെച്ചിട്ട് സെറ്റ് ചെയ്ത് അടുത്ത പുതിയ കമ്മിറ്റിയെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അതെങ്ങനെ ശരിയാവും? അത് പറ്റത്തില്ല. നമ്മളെ തിരിച്ചു വിളിക്കണ്ടേ? നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്തിട്ടില്ല, നമ്മൾ വാക്കാ പറഞ്ഞോളൂ ഞങ്ങൾ തിരിച്ചു വരുന്നു, ഞാൻ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ്. ഇത് നോർത്ത് കൊറിയയിലെ കിങ് ജോൺ ഉന്നിൻ്റെ പരിപാടിയല്ലയോ? ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു യെസ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ് പറഞ്ഞു ലാലേ വേണ്ട, ലാലിന്റെ തലയിൽ വരും എന്ന് പറയാനുള്ള ഒരു അധികാരം? എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? നിങ്ങൾ എന്തിനാ ഈ ഒച്ചമ്പിളി ഉണ്ടാക്കുന്നേ? കുറ്റ ആരോപിതരല്ലേ നിങ്ങൾ? അത് തന്നെ സംഭവം. എല്ലാ സാധനങ്ങളും എന്നോട് ഷെയർ പറഞ്ഞു, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കെങ്കിലും പറ്റില്ല, ഞാൻ എഴുതിയിട്ട് തരുള്ളൂ, ഞാൻ താക്കോലും ക്യാമറയുടെ പാസ്വേഡും 2 ദിവസത്തിനകം തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കുന്നു പറഞ്ഞിട്ടാണ് നാളെ തരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോ 2 കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ നിർപ്രതിത്വം തെളിയിക്കാനായിട്ടല്ലയോ പല അവസരങ്ങളുണ്ടായിരുന്നേ. അപ്പം നിർപ്രതിത്വം തെളിയിക്കാതെ സ്വന്തമായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പിന്നെ വന്നിരുന്ന് നിർപ്രതിത്വം തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ നിർപ്രതിത്വം നേരത്തെ തെളിയിക്കണമായിരുന്നു. പുതിയ കമ്മിറ്റി വന്നിട്ട് താക്കോലും പാസ്വേഡ് എടുക്ക് എന്ന് പറയുമ്പോഴല്ല നിർപ്രതിത്വം തെളിയിക്കേണ്ടത്. നിർപ്രതിത്വം തെളിയിക്കേണ്ട സമയത്ത് നിർപ്രതിത്വം തെളിയിക്കണമായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നിട്ട് പിന്നെ നിർപ്രതിത്വം തെളിയിക്കണം പോലും. അന്നേരം എന്തിനു തെളിയിക്കാൻ? അവിശ്വാസ പ്രമേയം പാസ്സാക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകൾ നിങ്ങൾ പറഞ്ഞ് അവിശ്വാസ പ്രമേയത്തിന് കൈവക്കാൻ നിൽക്കുന്നവനെ കൺവിൻസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ശരിയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവിശ്വാസ പ്രമേയം പാസ്സാവും? ഈ നേതൃത്വത്തിൽ വിശ്വാസം ഇല്ലെന്ന് എങ്ങനെ വരും? നിരപരാധിത്വം തെളിയിക്കും. നമ്മൾ പറയും നമ്മുടെ അപ്പൊ ഞാൻ എന്റെ തലയിൽ എന്തായാലും എടുക്കൂല. നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സമയത്ത് കണക്കിന് കുഴപ്പമില്ല നിരപരാധിത്വം അല്ല, അതുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തുള്ള മറ്റേ കണക്കാണല്ലോ നമ്മൾ തെളിയിക്കേണ്ടത്. നമുക്ക് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് April 1 തൊട്ടിട്ട് March 31 വരയ്ക്കുള്ള കണക്ക്, അല്ലാതെ നമ്മൾ ജൂൺ 20 മനസ്സിലായോ? നിങ്ങളുടെ സൈഡിലുള്ള കണക്ക് ശരിയാണെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചല്ലോ. അത് ശരിയാണ്. പക്ഷേ നമ്മുടെ കണക്കല്ലല്ലോ നമ്മുടെ കണക്ക്. അവർ ചെയ്ത കണക്കാണല്ലോ നമ്മുടെ കണക്കിൻ്റെ ശരിയായിട്ടുള്ള കണക്കൊക്കെ കറക്റ്റ് അല്ലേ? ഓൾ മാത്തമാറ്റിക്സ് ആർ ഈക്വൽ.
ഊത്തണമില്ലെങ്കിൽ ഊത്തണമില്ലെന്ന് പറയണം, കടന്ന് മെഴുകരുത്. നിങ്ങൾക്ക് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ നേതൃത്വത്തിലിരുന്ന് ഭരിക്കാനുള്ള പക്വതയില്ല. അതാണ് ഇതിൻ്റെ സംഭവം. ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പക്ക തൊഴുത്തിക്കുത്ത് പരിപാടിയാണ്. രാജിവെച്ച് പുറത്ത് പോയി നിന്ന് നാടൊട്ടാകെ ആഘോഷിച്ച് പോയിട്ട് ഞാൻ രാജിവെച്ചിട്ടില്ല, ഞാൻ പേപ്പറിൽ എഴുതി കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളുടെ വാക്കിന്, നിങ്ങളുടെ നിലപാടിന് എന്ത് വിലയാണുള്ളത്? നിങ്ങൾക്ക് പട്ടി വില തരും ഇനി ഒരുത്തൻ. വലിയ രീതിയിൽ മാസമൊക്കെ കാണിച്ച് രജനീകാന്ത് കാണിക്കുന്നതിൽ മാസമൊക്കെ കാണിച്ച് ഇറങ്ങിപ്പോയിട്ട് പുറകെ കൂടെ ഞാൻ അങ്ങനെ രാജിവെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും അങ്ങ് ഭരിച്ചേക്കാം. എന്ത് കാര്യത്തിന്? അതിൽ കുഴപ്പങ്ങളില്ലല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? കുഴപ്പങ്ങളില്ലെങ്കിൽ നിങ്ങൾ നിരപരാധിയാണല്ലോ. അല്ലല്ല, നമ്മളുടെ കണക്കിലല്ല ഞാൻ പറഞ്ഞത്, ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങളുടെ കണക്ക് ശരിയായി തെളിഞ്ഞല്ലോ. അല്ലല്ല, നമ്മുടെ കണക്കിലല്ല, ബാബുരാജേട്ടൻ, അതായത് നേരത്തെ ഇരുന്ന കമ്മിറ്റിയിലെ കണക്കിലെ പ്രശ്നം. നിങ്ങളുടെ നിരപരാധിത്വമല്ലേ. ബാബുരാജേട്ടൻ ആദ്യം നിരപരാധം തെളിയിക്കട്ടെ, അത് കഴിയുമ്പോൾ നമ്മൾ നിരപരാധിത്വം, നമ്മുടെ നിരപരാധിത്വം പിന്നെ തനിയെ തെളിയുമല്ലോ. പക്ഷെ ആദ്യം ബാബുരാജേട്ടൻ. ഇവരൊക്കെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമാന്യത്തിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഈ സംഘടനയെ ഞങ്ങൾ പിരിച്ചു വിടണം, എന്നിട്ട് ഈ അവശ്യ കലാകാരന്മാർക്കുള്ള വേറെന്തെങ്കിലും നടപടി ചെയ്യണം. അല്ലെങ്കിൽ ഈ ക്രെഡിബിലിറ്റി ഉള്ള ആളുകളെ മാത്രം ഇതിനകത്ത് നിർത്തണം. വാരിക്കോരി പോകുന്നവനും വരുന്നവനെല്ലാം 3 സിനിമയിൽ അഭിനയിച്ചോണ്ട് വരൂ കടന്നു വരൂ അമ്മ സംഘടനയുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കൂ, ഇങ്ങനെ വാരിക്കോരി എടുക്കാതിരിക്കണം. ഇത് എന്തായൊക്കെ എത്ര കാലം കൊണ്ട് ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രശ്നം, അടുത്ത പ്രശ്നം. ഈ സംഘടന ശരിക്കും എന്തിനാണ് നിങ്ങൾ ഈ സംഘടന നിലകൊള്ളുന്നത്? സംഘടനകൾ കൊണ്ട് ഗുണമുള്ള ആളുകളുണ്ട്, ഒരുപാട് അവശ്യ കലാകാരന്മാർക്ക് ഗുണം ചെയ്യുന്നു. അതിലുപരി എത്ര പേർക്ക് ദോഷം ഉണ്ടാകുന്നു, അതുകൂടെ ചിന്തിക്കണം. ഒരു ആരോപണം കൂടെ ഞാൻ പറയാം. ഈ ശ്വേത മറ്റേ അമ്പലത്തിൻ്റെ നിന്ന് പൈസ മേടിച്ചു, BJP പാർട്ടിയുടെ നിന്ന് പൈസ മേടിച്ചു എന്നൊക്കെ പറയുന്നു. BJP പാർട്ടിയുടെ നിന്ന് പൈസ മേടിച്ചു എന്ന് പറഞ്ഞ ആരോപണം പുറത്തുവിട്ടത് മാലാ പാർവതിയാണ്. അത് ശ്രീ കരുണാകരൻ്റെ മകളായിട്ടുള്ള, കരുണാകരനല്ലേ ലീഡർ, പുള്ളിയുടെ പത്മജയുടെ നിന്ന് സംസാരിച്ച് അങ്ങനെ ഒരു പൈസ ഡീലിൻ്റെ കാര്യം പറയുന്നു. പകരം സിനിമ എന്നുള്ള ആളുകളെ BJPക്ക് ഭരിക്കാൻ വിടാമെന്ന്. ലക്ഷ്മിപ്രിയ BJPയിൽ ഭരിക്കാൻ പോയി. മറ്റേ ദൃശ്യത്തിനകത്ത് ചക്കയാണ് താമരയാണ് ചക്ക, അവർ BJPയിലേക്ക് മത്സരിക്കാൻ പോയി. അപ്പോൾ ഇതൊക്കെ എവിടെയോ കണക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ശ്വേതയെക്കുറിച്ച് ഇങ്ങനെ നല്ലതായിട്ട് വിചാരിച്ചേ. എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിഗ്രഹമുണ്ടായിരുന്നു, വീണുടഞ്ഞു തരിപ്പണമായി കിടക്കുന്നു താഴെ. നമ്മൾ ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ് ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റ് ആണെങ്കിൽ ഒരു കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല, ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. എന്തുകൊണ്ട് മറ്റേ കുക്കു പറഞ്ഞത് കുക്കും കക്കും ഒക്കെ മാറിപ്പോയിരുന്നു കൂയി. അല്ലാതെ എന്തൊരു പറയട്ട്, നിങ്ങൾ ഇവരോട് എന്ത് ചോദിച്ചാലും ഇല്ല ബാബുരാജേട്ടൻ ബാബുരാജേട്ടൻ അല്ല, അത് ബാബുരാജേട്ടൻ എന്ത് പറഞ്ഞാലും ബാബുരാജേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേത കണക്ക് തെറ്റിയച്ച കണക്ക് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെ എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കണം. അതാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനകത്തൊക്കെ വലിയൊരു സാധനം ജോയി മാത്യു എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ ശ്വേതയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. ഇവരെല്ലാം കൂടെ ഒന്നിച്ചാണ് രാജിവെച്ച് പോയത്. എനിക്കൊന്ന് കുറച്ചെങ്കിലും ബോധത്തോടെ ആ കമ്മിറ്റിയിൽ സംസാരിക്കുന്ന ഇങ്ങേരേ ഉള്ളൂ. നമുക്കൊന്ന് കേൾക്കാം. കമ്മിറ്റി അങ്ങനെ ഒരു കമ്മിറ്റിക്ക് യാതൊരു സാങ്കത്യവുമില്ല ഇതിൽ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈലോയിൽ തന്നെ അഡ്വോ കമ്മിറ്റിയെ പറ്റി പറയുന്നില്ല. ഒന്നത്. 2, ഒരു അഡ്വോ കമ്മിറ്റി നിലവിൽ വരണമെങ്കിൽ അതിന് ജനറൽ ബോഡി തിരഞ്ഞെടുക്കുകയോ പിരിഞ്ഞുപോയ അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ട ഭരണസമിതി താൽക്കാലികം അഡ്വോ കമ്മിറ്റിയായി തുടരുകയാണ് വേണ്ടത്. ഓക്കെ, പിരിച്ചുവിട്ട അഡ്വോ കമ്മിറ്റി ആ പരിസരത്തോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയോ? 10-15 ദിവസം പിരിച്ചുവിട്ട എവിടെയായിരുന്നു, പിരിഞ്ഞു പോയവരെവിടെയായിരുന്നു? രണ്ടാമത്തെ കാര്യം, ഈ ഭരണസമിതി മൊത്തത്തിൽ റിസൈൻ ചെയ്തു. ഇവർക്ക് ആർക്ക് ഇവർ റിസിഗ്നേഷൻ ലെറ്റർ കൊടുക്കണം? ഇപ്പോൾ പ്രസിഡന്റ് റിസൈൻ ചെയ്തു, ശരി, സെക്രട്ടറിക്ക് കൊടുക്കാം. സെക്രട്ടറി റിസൈൻ ചെയ്തു, ശരി, പ്രസിഡന്റിന് കൊടുക്കാം. ഏതെങ്കിലും മെമ്പർ റിസൈൻ ചെയ്യുന്നു, ഇതില്ല, ഇത് മൊത്തത്തിൽ റിസൈൻ ചെയ്തു. ഇവർ ആർക്ക് കൊടുക്കണം ഈ സാധനം? മൊത്തത്തിൽ ഒരു വന്നിട്ട് ചാനലിൻ്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും എല്ലാം നമ്മൾ റിസൈൻ ചെയ്തു, എൻ്റെ പ്രാഥമിക അംഗത്വം പോലും ഇനി വേണ്ട, ഞാൻ വിട്ട് അമ്മ എന്ന് പറയുന്നത് എ കുത്ത് എ സംഘടനയെ തന്നെ ഞാൻ എഴുതിത്തള്ളി എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നിട്ട് അഡ്വോ കമ്മിറ്റി കറക്റ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആ സംഘടന അപ്പോൾ അത്രയും നാളെങ്ങനെ മുമ്പോട്ട് പോകും? പറ്റത്തില്ല. പെട്ടെന്ന് ഇലക്ഷൻ വിളിച്ചിട്ട് നറുക്കിട്ടെടുക്ക്, അതാണ് സെറ്റപ്പ്. ആദ്യം ഇവർക്കിടയിലുള്ള തർക്കം പരിഹരിക്കണ്ടേ?
ഇപ്പോൾ അവർ ചെയ്തത് കറക്റ്റായിട്ടുള്ള സാധനമായിരുന്നു എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം. നിങ്ങൾക്ക് വേറെ അഭിപ്രായം കേട്ടോ, അഭിപ്രായമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് ഇടുക. ഞാൻ അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് നമ്മുടെ രണ്ടിൻ്റെയും കൂടെ ആശയം മിക്സ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവർ മൊത്തം പോയി ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളിവാരി എറിയുന്നു, തമ്മിത്തല്ല്, കത്തിക്ക് കുത്തി, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിവുള്ള രമേശ് പിഷാരടി, ഗണേഷ് കുമാർ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇവരെയൊക്കെ അനുനയിപ്പിച്ച് നിർത്തിയിട്ട് സംഘടനയെ റെഡിയാക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഓടിപ്പോയി കോടതി കേസ് കൊടുത്തിട്ട് അതങ്ങനെ ഞാനല്ലയോ പ്രസിഡന്റ് സ്ഥാനം അഡ്വോക്കേറ്റ് കമ്മിറ്റി ബൈലോയിൽ പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം ബൈലോയിൽ പറഞ്ഞത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമല്ല, 4-5 ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ അഡ്വോക്കേറ്റ് കമ്മിറ്റിയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞാൽ എന്തിനായത്? കെ.പി. ഗണേഷ് കുമാറും പിഷാരടിയൊക്കെ ചേർന്നുണ്ടാക്കിയ അഡ്വോക്കേറ്റ് കമ്മിറ്റിക്ക് ഒരു നിലനിൽപ്പില്ല, ഇനി അസ്തിത്വമില്ല. ഇല്ല, അസ്തിത്വം ഇല്ലല്ലോ. എങ്ങനെ അസ്തിത്വം ഉണ്ടാവും? ആര് തിരഞ്ഞെടുത്തു? ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുത്തെങ്കിൽ വോട്ടെടുപ്പ് നടന്നതായിട്ട് മിനിറ്റ്സിൽ വേണ്ടേ? മിനിറ്റ്സല്ലേ ആത്യന്തികമായിട്ട് നമ്മുടെ ഒരു രേഖ എന്ന് പറയുന്നത്. ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അതാണ്. അതിൽ വരാത്തൊരു കാര്യം അങ്ങനെ. പക്ഷേ ഇതിപ്പം ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് പിഷാരടിക്ക് വന്നിട്ടുണ്ടാവുക. ഒന്ന് നേരെയാക്കി എടുക്കാം. കാരണം ഇതങ്ങനെ ശത്രുതാപരമായി തീർക്കേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ സൗഹാർദ്ദത്തിൽ നിൽക്കേണ്ട ഒരു സംഘടന ആയതുകൊണ്ടാണ് രമേശ് പിഷാരടിയെ കൊണ്ടുവന്നത്. അപ്പം നമുക്കറിയാം എന്തിനയാൾ വന്നതെന്നുള്ളത്. പക്ഷേ ബൈലോ ഇല്ല. ബൈലോ വെച്ചിട്ട് ശ്വേത തന്നെ പ്രസിഡൻറ്റ്. എന്നിട്ട് ശ്വേത വേറൊരു സാധനം ഇപ്പോൾ പടച്ചു വിട്ടു. ശ്വേതയ്ക്ക് ഉളുപ്പില്ലെന്ന് എനിക്ക് ഉറപ്പായി. ശ്വേത പടച്ചു വിട്ടത് പവർ ഗ്രൂപ്പ്. കുറച്ച് കാലങ്ങൾ കൊണ്ടേ ഈ എ കുത്ത് എം കുത്ത് എ സംഘടനകളെക്കുറിച്ച് പറയുന്നൊരു സാധനമാണ്. അവർക്കൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് ഇതിനെല്ലാം ഭരിക്കുന്നത്, നയിക്കുന്നത് എന്നൊക്കെ. എന്നാൽ പവർ ഗ്രൂപ്പിനെ പിടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഈ പവർ ഗ്രൂപ്പിനെതിരെയുള്ള പോരാട്ടവുമായിട്ടാണ് ശ്വേത കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വായിക്കാം. സൂപ്പർ സാധനം. അമ്മയിലുള്ള മിക്കവരും ഫീൽഡ് ഔട്ട് ആയവരാണ്. ഇവർക്കൊന്നും സിനിമയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സംഘടനയെ പലരും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സംഘടനയോ? നിങ്ങൾ പ്രാഥമിക അന്തത്വം പോലും വേണ്ടെന്ന് പറഞ്ഞ് പോയവരല്ലേ. നിങ്ങളുടെ ഏത് സംഘടന? അത് പോട്ടെ, എന്തോ ആട്ടെ. എന്നാൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. പറയങ്ങോട്ട്. അതൊരു സത്യമാണ്. പറഞ്ഞതാണ് സത്യം. ഓക്കെ. സ്ഥിര വരുമാനമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി കലാകാരന്മാർ അമ്മയിലുണ്ട്. അവരുടെ മുമ്പിൽ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാനും മരുന്ന് വാങ്ങാനും ഒരു നേരത്തെ ആഹാരം കണ്ടെത്താനും അവർക്ക് കൈത്താങ്ങാകുക എന്നതാണ് അമ്മയുടെ സ്ഥാപിത ലക്ഷ്യം. സഞ്ജീവനി പ്രോജക്റ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യം ഒരുത്തനെ കൊടുത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണന് കൊടുത്ത്, എന്നിട്ട് അവൻ്റെ നിന്ന് ഈ പുതിയ കമ്മിറ്റി വന്നപ്പോൾ മാറ്റി കൂടിയ വിലയ്ക്ക് വേറൊരിടത്ത് കൊടുത്ത്, പലർക്കും പല റേറ്റിൽ കൊടുത്ത്, ഇതവരോട് ഉണ്ട്. ഓക്കെ, അത് നമ്മളിപ്പോൾ പോകുന്നില്ല, വേറൊരു വീഡിയോ ചെയ്യാം. ഇതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ലാലേട്ടനും മമ്മൂക്കയും മറ്റ് സ്റ്റാർ വാല്യമുള്ള താരങ്ങൾ അവരുടെ സമയവും അധ്വാനവും ചിലവഴിച്ച് അമ്മയുടെ സ്പോൺസേർഡ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ആ പണം തരുന്നത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ, അമ്പലമാണോ, പള്ളിയാണോ, അംബാനിയാണോ, അദാനിയാണോ എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും നോക്കിയിട്ടില്ല. സഹായിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരേ മനസ്സോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തെറ്റല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നാളെ നിങ്ങളുടെ സംഘടനയെ സഹായിക്കാം, ഫണ്ട് ചെയ്യാം, പാവപ്പെട്ട ചെറുപ്പക്കാർക്ക്, കലാകാരന്മാർക്ക് മരുന്ന് കിട്ടിക്കോട്ടെ, ആഹാരം കിട്ടിക്കോട്ടെ, പൈസ കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തീവ്രവാദ സംഘടന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ മേടിച്ചിട്ട് കൊടുക്കുമോ? അപ്പോൾ നമ്മൾ എവിടുന്ന് മേടിക്കണം, എവിടുന്ന് മേടിക്കരുതെന്ന് ചിന്തിക്കണം. ഒരു കൊലയാളി, അയാൾ ഗുണ്ടയാണ്, അയാൾ ഗുണ്ടാസ് ഇതിലൂടെ നാട്ടുകാരെയൊക്കെ തീർത്ത് കൊണ്ടുവന്ന പൈസ കൊണ്ട് അമ്മയുടെ പാവപ്പെട്ട കലാകാരന്മാർ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുമോ? ഹവാല ബിസിനസ്സിൽ ഇടപെടുന്ന ഒരു സംഘടന വന്ന് നിങ്ങൾക്ക് കുറേ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് മേടിക്കുമോ? ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു ടീം വന്ന് നിങ്ങൾക്ക് പൈസ തന്ന് നിങ്ങൾ മേടിക്കുമോ? ആര് പൈസ തന്നാലും 2 കൈ നിന്നിട്ട് ഞാനങ്ങ് മേടിക്കും. ഇതാണോ ശ്വേതയുടെ നിലപാട്? അപ്പം നിങ്ങൾ ഇതിൻ്റെ തലപ്പത്ത് തുടരാതിരിക്കുന്നത് തന്നെ കേട്ടോ നല്ലത്. ഇതാണ് നിലപാടെങ്കിൽ. ഓക്കെ, ബാക്കി വയ്ക്കാം. പക്ഷേ അമ്മയുടെ അംഗങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് അവരുടെ ചികിത്സയ്ക്കും മരുന്നിനും ക്ഷേമപ്രവർത്തനത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടിലെ ചില കുറ്റാരോപിതർ മുൻപ് നടത്തിയ സാമ്പത്തിക തിരിമറികൾ ഞാനല്ല ശ്വേത കണ്ടെത്തി. ഇത് ശ്വേത എഴുതിയതാന്ന് തോന്നില്ല കേട്ടോ. നിരപരാധിത്വം എന്നൊക്കെ പറഞ്ഞ് ശ്വേത ഇത്രയും കടുകെട്ടി ഇംഗ്ലീഷ് മലയാളം എഴുതുമോ? ഓക്കെ, ശ്വേത അത് കണ്ടെത്തി. അപ്പോൾ ശ്വേതയ്ക്ക് തൻ്റെ കണക്ക് ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ മറ്റവൻ്റെ കുടുംബത്തിലെ കണക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കണക്ക് ആദ്യം സെറ്റിൽ ചെയ്യണം. ഓക്കെ, ആ കാര്യങ്ങൾ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എന്നെ അവർ അപമാനിക്കാൻ ശ്രമിച്ചത്. ജനറൽ ബോഡി മീറ്റിങ്ങുകളിൽ എന്നെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു. അവനെതിരെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം, അവനെ നമ്മൾ അകത്ത് കിടത്തണം. അതൊന്നും നമ്മൾ ക്ഷമിച്ചു വിടാൻ പാടില്ല. ആ സാഹചര്യത്തിലാണ് ഞാൻ അമ്മയിൽ നിന്നും പിന്മാറുന്നതിനെ പറ്റി ചിന്തിച്ചത്.
ചിന്തിച്ചതല്ല മീഡിയയുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. ഓക്കെ, നമ്മൾ കള്ളം പറയില്ല കേട്ടോ. ഒരു സാധാരണ സ്ത്രീക്ക് മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പിനെ ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാനാവില്ല എന്ന് ഞാൻ അമ്മ പ്രസിഡൻ്റായി മത്സരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നേരിട്ട ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഈ പവർ ഗ്രൂപ്പ് ആരാന്ന് പറയും. കുറേ നാളുകൊണ്ട് അവിടെ ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. പവർ ഗ്രൂപ്പ് എല്ലാം ലീഡ് ചെയ്യുന്നത്. പവർ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ച് ആരീ പവർ ഗ്രൂപ്പ്, അവരെ എക്സ്പോസ് ചെയ്യും. എന്തോ അതിന് പറ്റത്തില്ല, അതിനുള്ള ധൈര്യം ഇല്ലയോ? ചുമ്മാ എവിടുന്നോ ഒരു പവർ ഗ്രൂപ്പ് എന്ന വാക്ക് കിട്ടും. അന്ന് ഈ പവർ ഗ്രൂപ്പ് ആരോപണം കൊണ്ടുവന്നവന്മാർ തന്നെ ശരിയായി കൂടെ സെറ്റപ്പ് വന്നു കേട്ടോ. ഇത് എന്തിന് ലാലേട്ടൻ വരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോയല്ലോ. ഈ കുറ്റാരോപിതർ ചെയ്യുന്ന തിരിമറികൾക്കും തട്ടിപ്പുകൾക്കും എന്തിന് ചീത്തപ്പേര് കേൾക്കണമെന്ന് ലാലേട്ടൻ വരെ ചിന്തിച്ചില്ലേ? ലാലേട്ടനോട് അന്വേഷിക്കേണ്ടി വരും. അങ്ങേരെന്നാ ചെയ്തു പാവിയാൽ പോകുന്ന വരുന്ന വള്ളിയെല്ലാം അങ്ങേറെ പടലിക്കൂട്ട് എടുത്തിട്ട് കൊടുക്കുക. കഷ്ടം. ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലും എൻ്റെ പോരാട്ടം എന്തെങ്കിലും സ്ഥാനങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ആയിരുന്നില്ല. പിന്നെ എന്തിനാ അമ്മ പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് പറഞ്ഞ് കടിച്ചു പോകാൻ കിടക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ താഴെ എഴുതി വെച്ചേക്കുന്നു ശ്വേതാ മേനോൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട്. കഷ്ടം. അമ്മയിൽ സാമ്പത്തിക തിരിമറി നടത്തുന്നവർക്കെതിരെ ചില കുറ്റാരോപിതർക്കുമെതിരെയാണ് എൻ്റെ പോരാട്ടം. ഏറ്റവും കൂടുതൽ കുറ്റം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് നിങ്ങളുടെ പടലിക്ക് നേരെയാണ്. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്കെതിരെ പോരാടുക. നുണക്കഥകൾ പ്രചരിപ്പിച്ചും അപകീർത്തിപ്പെടുത്തിയും എന്നെ നിശബ്ദമാക്കാമെന്ന് അവർ കരുതരുത്. ഇതിനകത്ത് എന്തോ നുണക്കഥ പ്രചരിപ്പിക്കാൻ രാജിവെക്കുന്നെന്ന് പറഞ്ഞ്, പിന്നെ ഞാൻ രാജിവെച്ചില്ലെന്ന് പറഞ്ഞ്. ഇപ്പം നുണ പറയുന്നത് നിങ്ങളല്ലേ? ഏറ്റവും വലിയ നുണച്ച് നിങ്ങളാണെന്നാണ് ഈ സാധനമൊക്കെ വായിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കേട്ടോ. എൻ്റെ അഭിപ്രായമല്ല, ജനങ്ങൾക്ക് അങ്ങനെ തോന്നും. എന്നെക്കുറിച്ച് എത്ര നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും അൻസിബയെക്കുറിച്ച് ടിനി ടോം പ്രചരിപ്പിച്ച പോലത്തെ കഥയാണോ? മറ്റേ വിഹിത കേസ്, മറ്റേ മതക്കേസ്, അങ്ങനെ അപ്പോൾ അതും ടിനി ടോം തന്നെയാണോ? അപമാനിച്ചാലും ഈ പോരാട്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല. മുന്നോട്ട് തന്നെ പോകണം. ഒരു കാരണവശാലും പുറകോട്ട് പോകല്ലേ. കാരണം ഇത് അമ്മയുടെയും അതിലെ സാധാരണ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ തോറ്റുപോയാലും സാരമില്ല. നിങ്ങളുടെ സൈഡ് ശരിയാണ്, നിങ്ങളെന്തിനാ തോക്കുന്നത്? കാരണം ഈ പോരാട്ടത്തിലൂടെ ആ പവർ ഗ്രൂപ്പ് അമ്മയുടെ മെമ്പേഴ്സിൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ മറ്റേ ബാബുരാജേട്ടനാണോ പവർ ഗ്രൂപ്പ്? നിങ്ങൾക്ക് ആ പവറാണോ നിങ്ങൾ ഉദ്ദേശിച്ചേ? ശക്തി ഇടിയോളം ആണ്. ഓക്കെ, അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡൻറ്റ് എന്നൊക്കെ കുറച്ച് ഓവറല്ലേ ചേട്ടാ. അപ്പോൾ അന്ന് വന്നിട്ട് വലിയ കാര്യത്തിൽ റിസൈൻ ചെയ്യാമെന്ന് പറയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അന്നേരം പറയണമായിരുന്നു ഞാൻ റിസൈൻ ചെയ്യുമെന്ന് പോയി പറയും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുണ്ടല്ലോ, അയ്യോ ശ്വേത പോകല്ലേ എന്ന് പറഞ്ഞിട്ട് വരണമെന്ന് പറയണമായിരുന്നു. കൊള്ളാടെ, തല്ലി എത്രയും പെട്ടെന്ന് എല്ലാം കൂടെ സെറ്റപ്പ് ആകും. ഏതായാലും നിങ്ങളുടെ ഇപ്പോൾ പിഷാരടി റിസൈൻ ചെയ്തിട്ട് പോയി കേട്ടോ. നമ്മളില്ലേ ആരാന്ന് വെച്ചാൽ ഭരിക്കുമോ തൊലിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞ് പുള്ളി പോയി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി ഇട്ടാണ്. ബൈ.